ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ട്, എന്നാലും ഞാനത് കാണിക്കാതെ പറയാം. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർ, യോഗാധ്യക്ഷ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീബ അവർ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മല്ലിക പനത്തിൽ, നമ്മുടെ മാനേജർ ശ്രീ KK ചേക്കുട്ടി, മാനേജിംഗ് കമ്മിറ്റി അംഗം സെക്രട്ടറി ശ്രീ KP മജീദ്, സർവശ്രീ നെടുഞ്ചാലിൽ ബാലകൃഷ്ണൻ, MT പ്രേമൻ, കമ്പറത്ത് പുരുഷോത്തമൻ, MK നാരായണൻ, അബ്ദുൽ ലത്തീഫ് കോളിയേരി, വിജയലക്ഷ്മി ടീച്ചർ, PT പ്രസിഡന്റ് ഷബിന അനിൽ, MP ടീച്ചർ, ചെയർപേഴ്സൺ ഷെറീജ, മറ്റ് സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ഈ പ്രിയ വിദ്യാലയം മക്കട് വെസ്റ്റ് ALP സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെയും പ്രധാനാധ്യാപികയായ എനിക്കുള്ള യാത്രയപ്പിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ ഈ യാത്രയപ്പ് വേളയിൽ നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന കുറച്ച് ആളുകളെ ഓർമ്മിക്കാതെ എനിക്കിതൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അദുർമാൻ മാസ്റ്റർ, ജയപ്രഭ ടീച്ചർ, പിന്നെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഇരിക്കേണ്ടിയിരുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ സുജി, മിഥിലാജ്, അഭിലാഷ്, നിതിൻ രാജ്, രഹനാസ്, നിവേദ്, മിഥുൻ, ഫസൽ, അവസാനം വേദമോൾ, ഇവരൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് മുമ്പിൽ എൻ്റെ സ്നേഹത്തോടെയുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഞാനിവിടെ ചേർന്ന സമയത്ത് മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികളായിരുന്ന കീഴ്പുറ്റാറ്റ് സുരേന്ദ്രട്ടൻ, പരമേശ്വരൻ, VKG സുരേന്ദ്രൻ, കരുണാകരക്കുറുപ്പ്, ഇവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അത് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ദീർഘനാളത്തെ, അതായത് 35 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ വന്ന കാലത്തെ കുറിച്ചാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. 1990 ജനുവരി 7 ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകൻ ഹമീദ് മാഷായിരുന്നു. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ അച്ഛനമ്മമാരുടെ കൈപിടിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകാറില്ലേ, അതുപോലെ അന്ന് ഹമീദ് മാസ്റ്ററുടെ കൂടെയാണ് ഞാൻ ഈ സ്കൂളിൽ എത്തുന്നത്. കക്കോടി മുതൽ ചെറുകുളം വരെ മാഷ കൂടെ. എനിക്ക് നാടിനെയോ നാട്ടുകാരെയോ ഒന്നും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുകുളം ബസ് ഇറങ്ങി നേരെ സ്കൂളിലേക്ക് നടന്നു വരുമ്പോൾ ഒന്ന് മാനേജറെ കണ്ടിട്ട് നമ്മൾക്ക് സ്കൂളിലേക്ക് കയറാമെന്ന് മാഷ് പറയാണ്. അന്ന് മാനേജർ ശ്രീ കീഴ്പുറ്റാറ്റ് സുരേന്ദ്രട്ടനാണ്. അപ്പം സുരേന്ദ്രട്ടൻ്റെ വീട്ടിലേക്ക് കയറി ഒരു പെർമിഷൻ എടുക്കണമല്ലോ സ്കൂളിലേക്ക് വരുമ്പോൾ. എന്തോ അന്ന് സുരേന്ദ്രട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാഷ കൂടെ തന്നെ ഞാൻ സ്കൂളിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അനിത ഇന്ന് സ്കൂളിലേക്ക് വരണ്ട, നമ്മൾ മാനേജറെ കണ്ടിട്ടില്ല. അങ്ങനെ അന്ന് എന്നെ ഏൽപ്പിച്ചത് നാനുള്ളി കണ്ടേട്ടൻ്റെ വീട്ടിലാണ്. അന്ന് നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുരേന്ദ്രേട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെ തന്നെയാണ് നിന്നത്. അവിടുത്തെ ശ്യാമളേച്ചി, കണ്ടേട്ടൻ, സജി, രജി, ഇവരുടെ വീട്ടിൽ. അന്ന് സുരേന്ദ്രേട്ടനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്നേ ദിവസം ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ ചായയും ചോറും ഒക്കെ അന്ന് ശ്യാമളേച്ചിയും കണ്ടേട്ടനാണ് എനിക്ക് തന്നത്. ഇന്നും അതൊരു ഓർമ്മയാണ് സ്കൂളിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവരോട് പ്രത്യേക സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ പിറ്റേന്ന് ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഹമീദ് മാഷ് തന്നെയാണ്. ഹമീദ് മാഷ് 5 വർഷത്തെ ലീവ് എടുത്ത് ഗൾഫ് പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. മാഷും എൻ്റെ ചേച്ചിയുടെ ഭർത്താവും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്നോട് മാഷ് പറഞ്ഞതാന്ന് തോന്നുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 5 വർഷത്തെ ലീവിന് ഇവിടെ ചേർത്താമെന്ന്. അപ്പോൾ എന്നെ ആ 5 വർഷത്തെ ലീവിനാണ് ഇവിടെ എത്തിക്കുന്നത്. എന്തോ അന്നത്തെ പ്രധാനാധ്യാപികയായിരുന്ന ശ്രീമതി പുഷ്പ ടീച്ചറുടെ പെട്ടെന്നുള്ള മരണം
സാറിന് ഗൾഫിൽ പോകാൻ കഴിയാതെ വരികയും ഈ സ്കൂളിൻ്റെ ചുമതല ഏൽക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അങ്ങനെ ആ മാഷിൻ്റെ ആ സ്വപ്നം അവിടെ തീർക്കേണ്ടി വന്നു. പിന്നെ ചുമതല ഏൽക്കണമല്ലോ സ്കൂളിൻ്റെ. അങ്ങനെ ഇവിടെ ഒരു പോസ്റ്റ് വരുന്നു. ആ 3 മാസക്കാലം തൽക്കാലം ഞാൻ ഇവിടെ ജോലി ചെയ്തു. എന്നാലും എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഈ പോസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ പിന്നെ ആ പോസ്റ്റിലേക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായി. അങ്ങനെ ഏകദേശം ഇന്നത്തെ പോലെ തന്നെ അന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടന്നു. 5-8 പേര് അന്നും വന്നിരുന്നു. അന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ ഇന്നത്തെ ആളുകൾക്ക് പുറമെ ഇന്നത്തെ ആളുകളായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത കുറേ വ്യക്തികളും ഉണ്ടായിരുന്നു. ചോട്ടേട്ടനും മജീദ് അന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടന്നു. പറഞ്ഞ പോലെ എനിക്ക് ആർക്കാണ് എന്നത് ഒരു സ്ഥിരം ആയിട്ടില്ല. കോഴി അയലിൽ നിൽക്കുന്നത് പോലെ എന്ന് പറയില്ലേ, അതുപോലെ ഇന്ന് ഒരു ദിവസം പറയും നിനക്ക് തന്നെ പോസ്റ്റ്, ഏട്ടനാണിത് പറയുന്നത്, പിറ്റേന്ന് പറയും നിനക്കല്ല. അങ്ങനെ ഒരു ജൂൺ 20 വരെ നേരത്തെ പറഞ്ഞതുപോലെ അയലിൽ നിൽക്കുന്നത് പോലെയാണ്, കിട്ടും കിട്ടില്ല എന്ന് നോട്ടില്ല. അവസാനം എനിക്ക് തന്നെ കിട്ടി ഒരു ജൂൺ 20-ാം തീയതി. അതിൽ എനിക്ക് പോസ്റ്റ് തരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, അവർക്ക് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞത് IV അശോകേട്ടനാണ് എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒപ്പം ചൊയ്ബസാറിലൊരു ബാലരാമേട്ടനോട് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ കഥ പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജൂൺ 20-നാണ് ഞാനിവിടെ ഔദ്യോഗികമായി സർവീസിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ സഹപ്രവർത്തകരായിരുന്നത് അമീദ് മാഷ്, ജയ ടീച്ചർ, ലളിത ടീച്ചർ, അതുർമ മാഷ്, ഇവരൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു കുടുംബം പോലെയാണ് അന്ന് ഞങ്ങൾ കഴിഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ലളിത ടീച്ചർ PSC കിട്ടിപ്പോയതിന് ശേഷം ജയപ്രഭ ടീച്ചർ വന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി കളിതമാശകൾ പറഞ്ഞ് ഇടവേളകളിലൊക്കെ മക്കളെ പഠിപ്പിച്ച് അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളന്ന് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഓരോരോ ആളുകളായി റിട്ടയർ ചെയ്തു. പിന്നീട് 4-ാം ക്ലാസ്സിലാണ് അന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ 4-ാം ക്ലാസ്സിൽ ഒരു 29 വർഷക്കാലം ഞാൻ 4-ാം ക്ലാസ്സിലെ അധ്യാപികയായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആടിയും പാടിയും കഥകൾ പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ നല്ല സന്തോഷത്തിൽ അവരെനിക്ക് തന്ന സ്നേഹം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്നത്തെ രക്ഷിതാക്കളെയും ആ കുട്ടികളെയും ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഇവിടെ ചിലരൊക്കെ പഴയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ തന്ന സ്നേഹം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എന്നിൽ നിന്നും അവർക്ക് കിട്ടിയ സ്നേഹം, അതൊക്കെ തന്നെയായിരിക്കും ആ മറന്നു പോകാതിരിക്കാനുള്ള പ്രധാന കാരണം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഞാൻ അന്ന് ഇന്നത്തെ കാലമല്ല, അന്ന് ചിലപ്പോൾ വികൃതി കളിച്ചതിനും പഠിക്കാത്തതിനൊക്കെ നല്ലവണ്ണം അടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇവിടെ അടി കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിലും മക്കളെ, അന്ന് നിങ്ങളോടുള്ള ഒരു വെറുപ്പ് കൊണ്ടൊന്നും ആയിരുന്നില്ല. സ്നേഹം, അതായത് നല്ല കുട്ടികളായി വളരണം എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി മാത്രമാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ അന്ന് നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും എന്തോ എന്നെ ഇഷ്ടമാണ്, മോഹൻലാൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മളെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര വേണമെന്ന് പറഞ്ഞു. ഘോഷയാത്രയിൽ ബാൻഡ് ഉണ്ടെങ്കിൽ നല്ല കളർഫുൾ ആവും ടീച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ ഘോഷയാത്രയ്ക്ക് സാമ്പത്തികം വേണമല്ലോ. എല്ലാം രക്ഷിതാക്കളെടുത്ത് തന്നെ വാങ്ങാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള, ഒരു ഡാൻസിനൊക്കെ പണം പിരിക്കണം. അപ്പൊ ചെറിയ എന്നപ്പോ വാട്സപ്പ് ഉള്ളത് കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ മക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടു. ടീച്ചർ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, സ്പോൺസർ ചെയ്തു ഞങ്ങൾ ബാൻഡ്. എല്ലാവരും അവരുടെ പേരൊന്നും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഓർമ്മിക്കുകയാണ്. നമ്മളെ ഇരിപ്പം വീട്ടിലെ അനന്തു, ഇരിപ്പം വീട്ടിലെ നിഖിൽ ശ്യാം, ഷാനിവ ടീച്ചർ, ഹരിഹരൻ, ജിതിൻലാൽ മലയില്, ബബിലേഷ്, ബിജിലേഷ്, നമ്മുടെ ചുറ്റണ്ണൻ വിനീത്, രജി കണ്ടെത്തണ്ട, രജി, ഇജാസ് ബക്കർ, സറഫു, സാജിദ്, സിയാദ്, ജിതിൻ, എഴുപറ്റാന്റെ ജിതിനും നിതിനും, ബിബിൻജിത്ത്, അൻഷിക്ക്, റജീന മലയിലെ ഡോക്ടർ റജീന, ബവഡ്, IV അനശ്വര, പിന്നെ ലൈബാസുഹ, ഇവരൊക്കെ തന്നെ പെട്ടെന്ന് ബാൻഡിനുള്ള പണമായി. അതാണ് എൻ്റെ സമ്പത്ത്. അല്ലേ, കുട്ടികളെ കൊണ്ടും പണം കൊണ്ടും ഞാൻ ശരിക്കും സന്തോഷവതിയാണ്. ഒരു സമ്പത്ത് തന്നെയാണ് എനിക്ക് ഇവിടെ ഉള്ളത്. ഇനിയും കുട്ടികളോട് ചോദിച്ചാൽ പണം കിട്ടുമായിരുന്നു. ഇവർ തന്നവർ മാത്രം നല്ലവരെന്നല്ല, പക്ഷേ ബാൻഡിനുള്ള പണമായി ഞങ്ങൾ അവിടെ നിർത്തി. ഇനിയും ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ തരും. അപ്പം അത്രയും നല്ലൊരു എന്താ പറയുക, ഒരു സമ്പത്ത് തന്നെ എനിക്ക് ഈ ചെറുകുളത്തുണ്ട്. അപ്പോൾ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഈ 29 കൊല്ലം പിന്നിട്ടത്. അങ്ങനെയാണ് ഒരു 2019
ഏപ്രിൽ മാസത്തിൽ അന്നത്തെ പ്രധാന അധ്യാപികയായിരുന്ന ജയ ടീച്ചർ വിരമിക്കുന്നത്. അപ്പോൾ ഒരു മഹാഭാരം എൻ്റെ തലയിലേക്ക് വഴിയാണ്, ഒരു തലവേദന. അന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പദവിയാണ് ഈ HM. മോശമായതുകൊണ്ട് നല്ല പദവിയാണ്, നല്ല ശമ്പളമാണ്, കൂടിയ ശമ്പളവും കിട്ടും. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനത് മാനേജ്മെന്റിനെ അറിയിക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല, എനിക്ക് പ്രയാസമാണ്. പക്ഷേ ചൂട്ടനോട് മജീദ് ഖാനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ടീച്ചറെ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ, നിങ്ങളൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞാൻ അവരുടെ ധൈര്യത്തിലാണ് ഈ പ്രധാന അധ്യാപിക എന്ന ചുമതല ഏൽക്കുന്നത്. ഒരു ചെറിയ വിദ്യാലയമാണെങ്കിലും ഭാരിച്ച ചുമതലയാണ്. സത്യമായിട്ടും ആ 2019 മെയ് 1-നാണ് ഞാൻ ഈ ചാർജ് എടുക്കുന്നത്. നിങ്ങളൊക്കെ പറയാറില്ലേ കട്ടയ്ക്ക് കട്ടാന്ന്, അതുപോലെയാണ് അന്ന് ചാർജ് എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ മാനേജ്മെന്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ കരുത്തും ബലവും. നമ്മളൊരു കാര്യം ഇവരെ നിർത്തിക്കൊണ്ട് പറയല്ല, ഞാനൊരു കാര്യം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവരെ അറിയിച്ചാൽ ഇതുവരെ നോ എന്നൊരു വാക്ക് അവരെന്നോട് പറഞ്ഞിട്ടില്ല. ടീച്ചർ ധൈര്യമായിട്ട് ചെയ്തോളൂ, ഒപ്പം ഞങ്ങളുണ്ട് എന്നാ പറയാ. അതാണ് എൻ്റെ അന്നത്തെ നല്ല ഈ 6 വർഷക്കാലത്തെ ധൈര്യം. ടീച്ചർ ചെയ്തോ, റെഡി. അപ്പൊ ആ ധൈര്യം തരുമ്പോണ്ടല്ലോ, അത് മാനേജിന്റെ ഭാഗത്ത് ഇന്നും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രധാന അധ്യാപിക എന്ന ചുമതല നല്ല രീതിയിൽ ഭംഗിയായി സ്കൂളിന്റെ നല്ലതിന് മാത്രമേ എൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് വിശ്വാസം. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവർക്ക് പഴി കേട്ടിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പഴി കേട്ടാലും അതും എന്നെയോ എൻ്റെ സഹപ്രവർത്തകരെയോ സ്കൂളിനെയോ കുറ്റപ്പെടുത്താതെ ആ ചുമതല കൂടി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതും എനിക്ക് അറിവുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ഒപ്പം നിന്ന മാനേജ്മെന്റിനോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ രക്ഷിതാക്കള് എല്ലാ പ്രവർത്തനത്തിലും കൂടെ തന്നെ ഉണ്ട്. എന്ത് പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്താലും അവരത് ഭംഗിയാക്കി തരും. അതിനുള്ള ഉദാഹരണമാണ് ഇന്നത്തെ ഈ പരിപാടി കൂടെ. അത് ഞങ്ങളെക്കാട്ടിലും വീറും വാശിയാണ് ഈ രക്ഷിതാക്കൾക്ക്. എൻ്റെ കഴിഞ്ഞുപോയ രക്ഷിതാക്കളായാലും ഇപ്പം എൻ്റെ കൂടെയുള്ള രക്ഷിതാക്കളായാലും. അപ്പോൾ ഇനിയും വിദ്യാലയത്തിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക, നല്ലൊരു വിദ്യാലയമായി ഇനി ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നൊരാവശ്യം കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ മക്കള്, അതാണ് എൻ്റെ കരുത്ത്. എൻ്റെ പ്രിയപ്പെട്ട മക്കള് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 9 മണിക്ക് ഇവിടെ എത്തി ക്ലാസ് കയറിയാൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ അവിടെ തന്നെയാണ്. ഇപ്പൊ ഒരു കുറച്ചു കാലം ഈ HM ആയതുകൊണ്ട് അത്ര തന്നെ അങ്ങോട്ട് കുഞ്ഞുങ്ങളോട് അടുക്കാൻ എനിക്ക് കഴിയാറില്ല. ഇതിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു പഴയൊരു കാലത്തെ. ഞാൻ പറഞ്ഞല്ലോ 1990-ലാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന്, അത് പറയാതെ പറ്റില്ല. അന്ന് പറഞ്ഞ പോലെ ക്ലാസ്സിലേക്ക് വരും. അന്ന് ഇതേപോലെ കോമ്പൗണ്ട് വാളോ അടുത്തടുത്ത് വീടുകളോ ഒന്നുമില്ല. 90-ലാണ് എൻ്റെ ഒരു 20 വയസ്സിലാണ് ഞാനിവിടെ വരുന്നത്. ഒരു 9 മണിക്ക് ക്ലാസ് കയറി ഒരു 9:50 ആവുമ്പോൾ നമ്മുടെ ഒരു VKG എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മാനേജിംഗ് കമ്മിറ്റി. അദ്ദേഹം പാലുമായിട്ട് ചെറുകുളത്തേക്ക് പോകും. ഈ സ്കൂളിന്റെ മുന്നിൽ കൂടിയാ പോവുക, ഒരു സഞ്ചിയിൽ പാലുമായിട്ട്. അപ്പൊ 4-ാം ക്ലാസ്സിന്റെ അടുത്തെത്തിയാലുണ്ട് ഒരു നോട്ടം. ഒന്നെന്റെ ക്ലാസ്സിലേക്ക് നോക്കും, മതി, ആ നോട്ടം മതി. അതിലൊരു എന്താ പറയാ, എന്നെ ഒരു വിലയിരുത്തലും കൂടിയാ ആ നോട്ടത്തിൽ. വന്നിട്ടുണ്ട്, ക്ലാസ്സിലുണ്ട്. അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മിക്കാൻ അദ്ദേഹത്തോടുള്ള ഭയം ഉണ്ടല്ലോ, ഒരു ഭക്തി, ബഹുമാനം, അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവര് വരുമ്പോഴും. അന്നത്തെ ആ ഒരു ഓർമ്മയാണ്. ഇപ്പൊ അജിത്തായാലും ജോലിക്കുട്ടിയായാലും സ്കൂളിലേക്ക് വരുമ്പോ അന്നത്തെ ആ മനസ്സാണ് എൻ്റെ ഇപ്പോഴും ഉണ്ടാവുക. ഇന്ന് പിന്നെ അതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ. പക്ഷെ നമ്മളെന്തോ അങ്ങനെ ആയിപ്പോയി. പിന്നെ നാട്ടുകാർ, ഞാനിവിടെ ജനിച്ചു വളർന്നതല്ലെങ്കിലും ഞാൻ മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു ചെറുകുളങ്കാരി ആയോ എന്നൊരിക്കൽ സംശയമാണ്. എൻ്റെ ജനിച്ചു വളർന്ന നാടിനേക്കാളും ഞാൻ ഇപ്പം താമസിക്കുന്ന നാടിനേക്കാളും അവിടുത്തെ നാട്ടുകാരെയൊന്നും എനിക്കറിയില്ല. ഈ പ്രദേശത്തെ ഈ ചെറുകുളത്തെ നാട്ടുകാരെയാണ് എനിക്ക് നല്ല പരിചയം. ഓരോരുത്തരെയും എനിക്കറിയാം. ചിലർ പണ്ടത്തെ ആളുകളൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരെയും മനസ്സിലുണ്ട്. അന്നൊക്കെ
ഞാൻ വിജയലക്ഷ്മി ടീച്ചറോട് പോയി ചിലരുടെ പേരൊക്കെ കിട്ടാത്തത് കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഓർമ്മയിൽ വരികയാണ്. അതായത് നാനൂളി ശ്രീ കണ്ടൻ രവീന്ദ്രേട്ടൻ, താഴെ പുളിയക്കോട്ട് കുട്ടിക്കൃഷ്ണൻ, വാസു കുനിയിൽ, ബാലൻ കുരിയാലിൽ, ചാത്തു തെക്കയിൽ, ഗോപി മേലെ പുളിയക്കോട്ട്, കുനിയിൽ രാമൻകുട്ടി, വളപ്പിൽ ചാത്തുക്കുട്ടി, ഇവരൊക്കെ ആയിരുന്നു അന്ന് കാണാം. അവരൊക്കെ ഇങ്ങനെ ചെറുകുളത്തേക്ക് വരുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ റോഡുമ്പിലുണ്ടാവും, അങ്ങോട്ട് പോകും. അപ്പം എന്തോ പറഞ്ഞില്ലേ, ഒരു എല്ലാവരെയും കാണുമ്പോൾ ഒരു ബഹുമാനമാണ്. അവരൊന്നും ഇന്നില്ല കേട്ടോ. എന്നാലും ആ വരവും പഴയ കാലത്തത് എൻ്റെ ഓർമ്മയിൽ നല്ലവണ്ണുണ്ട്. ഇപ്പം ജനിച്ചു വളർന്നില്ലെങ്കിലും നിങ്ങളെ നാട്ടുകാരെ എനിക്ക് അത്രയും, നിങ്ങളോട് അത്രയും സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പോൾ ഇനി ഏറെ ഒരു സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ തിരുമുറ്റത്ത് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും നിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അതായത് കുട്ടികളെ മിസ്സായിട്ടും അനിത ടീച്ചറായിട്ടും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. അതില്ലാതെയല്ല. ഇപ്പം തന്നെ നേരത്തെ നമ്മുടെ മെൻഷൻ എൻ്റെ ഉമ്മ ഒരു കെട്ടിപ്പിടിച്ചൊരു സെൻറ്റൻസ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടമായിട്ടുണ്ട്. എന്നാലും സങ്കടമുണ്ട്. നമുക്ക് ഇനിയും പല സന്ദർഭങ്ങളിലും കാണാം. ഇതൊന്നും, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ വിദ്യാലയമാണ്. അതെന്നും ഓർമ്മയിലുണ്ടാവും. നാട്ടുകാർ, കുട്ടികൾ, മാനേജ്മെൻറ്റ്, എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ എന്നും ഓർക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും, സംസാരിച്ച നല്ല വാക്കുകൾ സംസാരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിനായി ശ്രീ ശ്രീനാഥ് മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, കാക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബ അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, മകട വെസ്റ്റ് LP സ്കൂൾ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവർക്ക് മകട വെസ്റ്റ് LP സ്കൂളിൻ്റെ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച കാക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷിബ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി മല്ലിക പുന്നത്തിൽ, അതുപോലെ നമ്മുടെ സ്കൂൾ മാനേജർ KK ജോയ്കുട്ടി അവർ, ശ്രീ KP മജീദ് അവർ, ശ്രീ നെടുങ്ങാലിൽ ബാലകൃഷ്ണൻ, ശ്രീ MP പ്രേമൻ, ശ്രീ കാമ്പറത്ത് പുരുഷോത്തമൻ, ശ്രീ MK നാരായണൻ, ശ്രീ അബ്ദുൽ ലത്തീഫ് കോളിയേരി, ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ, ശ്രീമതി ഷബന അനിൽ PTA പ്രസിഡന്റ്, ശ്രീമതി ഷെറിജ MPTA ചെയർപേഴ്സൺ, അതുപോലെ മറുമൊഴി പ്രശ്നം നടത്തിയ നമ്മുടെ പ്രധാന ദിവ്യ അനിത ടീച്ചർക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഈ സഹപ്രവർത്തകർ, അവരെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബിന്ദു ടീച്ചർ, ശ്രീനാഥ് മാഷ്, നൗഷാദ് മാഷ്, പിന്നെ ഇതിന് മുമ്പെയുള്ള ഒരു സഫീറ ടീച്ചർ, LKGയിലെ സതി, അഭിഷേക് മാഷ്, ഐഷ മിസ്, ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ അധ്യാപനം, അതായത് എൻ്റെ HM എന്ന ഈ പദവി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. ആ ഒരു വെപ്രാളുണ്ടാവുമല്ലോ, വിരമിക്കുകയാണ്, ഒരു സങ്കടമൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. അതൊക്കെ ഞാൻ എഴുതി കൊണ്ടുവന്നതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ ബിന്ദു ടീച്ചർ, ശ്രീനാഥ് മാഷ്, നൗഷാദ് മാഷ്, അഭിഷേക്, ഇതൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഏത് കാര്യമായാലും ഇപ്പോൾ ഒരു കാര്യം മുന്നിട്ട് ഞാൻ പറഞ്ഞാൽ ടീച്ചർ ധൈര്യമായിട്ട് ഏറ്റെടുത്തോളി എന്നാണ് പറയുക. പക്ഷേ അവസാനം ഇത് പരിപാടി ഏറ്റെടുത്ത് എന്നെ ഓവർടേക്ക് ചെയ്യില്ല, അവരായിരിക്കും ഒക്കെ നടത്തുക. അപ്പോൾ സ്നേഹം അറിയിക്കുകയാണ്, എന്നോട് വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടി, ഉദ്ഘാടന പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ അഭിനന്ദനം അർപ്പിക്കുന്നു, അഭിവാദ്യം.